ഒരു പൂ ചോദിച്ചപ്പോൾ ഇടുക്കിക്കാർ ഒരു പൂക്കാലം തന്നെ തന്നുവെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്. ഇടുക്കിയിൽ ഉണ്ടായത് ചരിത്ര വിജയമാണ്. പീരുമേട്ടിൽ തനിക്ക് ലഭിച്ച ഭൂരിപക്ഷം മറികടന്നുള്ള വിജയമാണ് സിറിയക് തോമസിന് ലഭിച്ചതെന്നും എം പി പറഞ്ഞു. ജനവിരുദ്ധ നിലപാടാണ് പിണറായി സർക്കാരിന് തിരിച്ചടിയായത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം UDF പാലിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് ഇടുക്കി വിഷ്ണുവോട് പറഞ്ഞു. 5 സീറ്റും വിജയിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ തന്നെ UDF പറഞ്ഞതാണ്. കേരളത്തിൽ 100 സീറ്റ് ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ച് ഐതിഹാസികമായ മുന്നേറ്റം സാധ്യമാക്കുമ്പോൾ മുന്നിൽ നിന്ന് നയിക്കുന്ന ജില്ലയായിരിക്കും ഇടുക്കി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് അക്ഷരം പ്രതി ശരിയായി. ഈ നാടിൻ്റെ ജനത ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് തന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടായി. അതിനേക്കാൾ വലിയ മഹാവിജയമാണ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പീരുമേടിൽ 27,000-ൻ്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലും UDFിൻ്റെ അസംബ്ലി സ്ഥാനാർത്ഥിമാർക്ക് ആ ഒരു ലീഡിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും ഞാൻ വിജയിച്ച 23,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അതെല്ലാം ഇപ്പോൾ മറികടന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വിജയം എന്ന് പറയുന്നത് ജനങ്ങൾ സമ്മാനിച്ചു. ജനങ്ങൾക്ക് ജനങ്ങളോടുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഈ നാടിൻ്റെ എല്ലാ മേഖലയിലും ഇടതുപക്ഷ കേന്ദ്രീകൃതമായി കഴിഞ്ഞ 10 വർഷക്കാലമായി എന്ന് വെച്ചാൽ ഗവൺമെൻറ് അവർ അധികാരത്തിൽ വന്നതിന് ശേഷം കൊടിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ജനവിരുദ്ധ നയ സമീപനങ്ങൾ, ഭൂപ്രശ്നങ്ങൾ ധാരാളമായി നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലെ മറ്റു വിഷയങ്ങളിൽ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിധിയെഴുത്തുണ്ടായിട്ടുള്ളത്. അത് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വമ്പൻ തിരിച്ചുവരവ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ മാറ്റുകൂട്ടുന്ന വിധത്തിലാണ് ഇടുക്കിയിലെ മഹാവിജയം, പീരുമേട്ടിലെ മഹാവിജയം എന്ന് സൂചിപ്പിക്കുകയാണ്. ജനങ്ങളോടുള്ള കൂടുതൽ വിശ്വസ്തതയും നന്ദിയും മനസ്സിൽ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ഞങ്ങൾ പാലിക്കുന്നതാണ്. ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വലിയ തരത്തിലുള്ള പ്രാധാന്യം നൽകും. വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി